ഓ, ഒരുപാട് സമൃദ്ധമായ ഓർമ്മകളുണ്ട്. എനിക്ക് ഇതൊരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഇതൊരു ജനുവരിയുടെ നഷ്ടം എന്നേ എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മൾ വുഡ്ലാൻഡ്സ് ഡ്രൈവ് ഇൻ റെസ്റ്റോറൻറ്റിൽ ജേട്ടനെ കാണാൻ പോയതും ജേട്ടൻ്റെ കൂടെ യാത്ര ചെയ്തൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരുപാട് ഓർമ്മകളുണ്ട്. എൻ്റെ തലമുറയിലെ പല സിംഗേഴ്സും ഒരു 70കളിൽ ആദ്യമായി പാടി തുടങ്ങി സ്കൂളിൽ. അത് കഴിഞ്ഞ് ഒരു 80s, ലേറ്റ് 80s സിനിമയിൽ വന്നു. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു എന്താ പറയണ, ഒരു റോൾ മോഡൽ ഇവർ രണ്ടുപേരാണ്, ദാസേട്ടൻ ആൻഡ് ജയേട്ടൻ. അതിൽ ഈ ഭൂമിയിലെ എന്താ പറയുക, ആകാശത്തിലെ 2 നക്ഷത്രങ്ങൾ അതിൽ താഴെ ഇറങ്ങി വന്ന് ഞങ്ങളുടെ തോളത്ത് കൈയിട്ട് കുശലാന്വേഷണം ചോദിച്ചിരുന്ന ഒരു നക്ഷത്രമായിരുന്നു ജേട്ടൻ. വളരെ അടുത്ത ബന്ധമായിരുന്നു. ഇത് ജനുവരിയുടെ നഷ്ടം 2025 ഒരിക്കലും തീരാത്ത സംഗീത നഷ്ടമാണ്. നമ്മൾ സംസാരിക്കാറുണ്ട് യേശുദാസിനെ കുറിച്ചും പി ജയചന്ദ്രനെ കുറിച്ചും. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഗന്ധർവന്മാരെ കുറിച്ച് സംസാരിക്കാൻ മനുഷ്യർക്ക് അർഹതയില്ല, പക്ഷേ പി ജയചന്ദ്രനെ കുറിച്ച് സംസാരിക്കാമെന്ന്. താങ്കൾക്കൊക്കെ ഒരുപക്ഷെ റേഡിയോ ആ കാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കേട്ട് പരിചയിച്ച ഒരു ഓർമ്മയുണ്ടാകുമല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് പാട്ടുകൾ എന്നെ, അതായത് പാട്ട് കേട്ട് ഹൃദയത്തിൽ ആ പാട്ട് പാടി നടന്ന് ഞങ്ങളെ പാട്ടുകാരാക്കിയ ഒരു പാട്ടുകാരനാണ് ജേട്ടൻ. എത്രയോ പാട്ടുകൾ, ഒരിക്കലും മരിക്കാത്ത പാട്ടുകൾ. ഇപ്പോഴും ഓർമ്മ എടുത്തുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ടും അദ്ദേഹം നമ്മുടെ ഭാവഗായകനാണ്. പിന്നീട് ആ ഭാവം, ആ താളം എല്ലാം അങ്ങ് ഉൾപ്പെടെയുള്ള ഗായകർ പിന്നീട് പിന്തുടരുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കുന്നത്, അതെല്ലാം നമ്മുടെ യുവതലമുറയിലുള്ള ഗായകരെയും സ്വാധീനിച്ചിട്ടില്ലേ? അല്ല, അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ 80s പാടി തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഞങ്ങളുടെ റോൾ മോഡൽസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അനാഥരായി ഇന്ന് ഈ ഒരു വാർത്തയിൽ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഒരു ഗൈഡ് ലൈൻസ് ഫോർ വോയിസ് കൾച്ചർ, ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ്, ലിറിക്സ്, ഡിക്ഷൻ, ഇതെല്ലാം ജേട്ടൻ ആണ്. ജേട്ടനും ഓഫ്കോഴ്സ് ദാസേട്ടനും. ആ ഒരു തലമുറ അവരെ വാർദ്ധക്യത്തിലായി. ഞങ്ങളിൽ പലരും 60 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു തലമുറയെ ഏറ്റവും കൂടുതൽ അനാഥരാക്കുന്ന ഒരു വാർത്ത ആണ് ജേട്ടൻ്റെ ഈ ഒരു വിയോഗം. താങ്കളുടെ മനസ്സിൽ ഒരു പക്ഷേ നമ്മളെല്ലാവരും സംസാരിക്കുമ്പം പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലെ ആ പ്രണയം എന്ന ഭാവത്തെക്കുറിച്ച്. അന്നും ഇന്നും എന്നും ഒരു പക്ഷേ പ്രായം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല. ഇല്ല, അത്രമാത്രം ഉള്ളിൽ പാഷൻ, അഭിനിവേശം ഉള്ളൊരു ഗായകനായിരുന്നു ചേട്ടൻ. ഇപ്പം നമ്മൾ പറയും വെളിച്ചപ്പാട് ഉറഞ്ഞ് തുള്ളുന്നു എന്ന് പറയില്ലേ, അതുപോലെ പൊസസ്ഡ് ആയിട്ട് പാടുന്ന ഒരേ ഒരു ഗായകൻ ആണ് ജേട്ടൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് സ്വന്തം പാട്ടല്ല, മറ്റുള്ള പാട്ടുകാരുടെ പാട്ട്. ദാസേട്ടൻ്റെ, തലത് മെഹമ്മൂദിൻ്റെ, റഫീ സാബിൻ്റെ, മന്നടയുടെ, മുകേഷ്, ഇവരുടെയൊക്കെ പാട്ടുകൾ ചില പ്രൈവറ്റ് സദസ്സുകളിൽ ചേട്ടൻ പാടുന്ന കേട്ടാൽ പ്രണമിച്ചു. തീർച്ചയായിട്ടും ഇതിനകത്ത് വേണിച്ചേട്ടാ ഒരു സംശയമുണ്ട്. സംഗീതത്തെ അങ്ങേറ്റവും
തീക്ഷ്ണതയോടുകൂടി സമീപിക്കുമ്പോഴും ജീവിതത്തെ ലാഘവത്തോടെയാണ് ജയേട്ടൻ കണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങേക്കറിയാം എത്രമാത്രം വളരെയധികം ലാഘവത്തോടുകൂടി ഒരു സംഗീതം എന്ന കലയുമായി ഒരുമിച്ച് ജീവിക്കുമ്പോൾ പോലും വളരെ ലാഘവത്തോടുകൂടി ജീവിതത്തെ കാണുകയും ചെയ്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ഒരു അഭാവം മലയാളത്തിൽ ഇനിയും അല്ലെങ്കിൽ സംഗീത ലോകത്ത് ഇനിയും എന്ത് ശൂന്യതയായിരിക്കും വരുത്തുക? ഒരിക്കലും നികത്താനാവാത്ത ഒരു വലിയൊരു ശൂന്യതയാണത്. ബിക്കോസ് സത്യം മാത്രമേ ചേട്ടൻ പറഞ്ഞിരുന്നുള്ളൂ. അത് എത്ര അപ്രിയമാണെങ്കിലും ചേട്ടൻ സത്യം മുഖത്ത് തുറന്നടിച്ച് പറയുമായിരുന്നു ചേട്ടൻ ഓൾവേസ്. ആ ഒരു സത്യം, ആ ഒരു ഇൻറ്റഗ്രിറ്റി, ആ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ആലാപനത്തിൽ ഉണ്ടായിരുന്നു. യാതൊരു കള്ളത്തരവും ഇല്ലാത്തൊരു പാട്ട്. ശ്രുതി, ലയം ആൻഡ് രാഗനിബദ്ധത, ഇത് മൂന്നും ആണ് അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ഏറ്റവും എടുത്ത് പറയത്തക്ക മേന്മകൾ.